സോ നമ്മുടെ അടുത്ത് നോക്കുന്നത് ലെഡ് ടിൻ ഡയഗ്രാം ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയ പോലെ ലെഡ് ടിൻ ഡയഗ്രത്തിലും നമുക്ക് രണ്ട് കോമ്പണൻസ് ആണുള്ളത്, ലെഡും ടിന്നും. അപ്പോൾ ലെഡിന്റെ മെൽറ്റിംഗ് പോയിന്റ് എത്രയാണ്? 327 ഡിഗ്രി. അത് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. 327ഉം ഇവിടെ ടിന്നിൻ്റെത് 232 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 232 ഡിഗ്രിയും മാർക്ക് ചെയ്യാം. ഓക്കെ, ഡിഗ്രി സെൽഷ്യസ്. ഇനി കോമ്പോസിഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 0, 10, 20, 30, 40, 50, 60, 70, 80, 90, 100% ടിന്നാണ് ഇവിടെ. ഇവിടെ 0% ടിന്ന്. ഇവിടെ ലെഡ് 100% ആയിരിക്കും 327ൽ. ഓക്കെ, ഈ ലെഫ്റ്റ് എക്സ്ട്രീമിൽ. നമുക്ക് ഇതിന്റെ ഗ്രാഫ് തുടങ്ങുന്നത് 327ലാണ്. പിന്നെ ഇവിടെ ഇമ്മീഡിയറ്റ്ലി അറിയേണ്ട വേറൊരു ടെമ്പറേച്ചർ ആണ് ഇവിടെ ഒരു മിഡിലിൽ നമുക്ക് ഒരു 183 ഡിഗ്രി സെൽഷ്യസും കൂടെ കാണിക്കാം. 183. ഓക്കെ, അപ്പോൾ അത് ഡോട്ട് ലൈൻ വരച്ചിട്ടേക്കാം. ഇത്രയും കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ബാക്കി ഡയഗ്രാം വരയ്ക്കാം. അപ്പോൾ ഈ ഡയഗ്രാം എല്ലാം നമ്മൾ വരയ്ക്കാൻ അല്ലാണ്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി പെർസെൻറ്റേജിൽ നമുക്ക് 18% ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഹിയർ. 18%. 68% ഈസ് ഇമ്പോർട്ടൻറ്റ്. ദെൻ 97% ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത്രയും പെർസെൻറ്റേജിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക. 18, 68%, 97%. ഓക്കെ, അപ്പം താഴെ ഈ 3% ഏതൊക്കെയാണ്? 18%, 68%, 97% അറിഞ്ഞിരിക്കണം. ടെമ്പറേച്ചേഴ്സ് ആയിട്ട് 327, 232, 183. ഇത്ര അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്രാഫ് ഈസിലി വരയ്ക്കാം. അപ്പോൾ 327 ഇതും ജോയിൻ ചെയ്യണം. ഏതാണ് നമ്മുടെ 18% വരുന്നത്. പിന്നെ ഇവിടെ 68% വരുന്നത് ഇതുമായിട്ട് ജോയിൻ ചെയ്യണം. ദെൻ 232. ഇത്രയും വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ അപ്പർ ഏരിയ ഓക്കെ ആയി. ഇവിടെ നിന്ന് ഇത് വരച്ചിടുക, ഇതും വരച്ചിടുക. ഇനി ഇവിടെ ആൽഫ റീജിയൻ ആണ്. ഇത് എൻറ്റയർലി ലിക്വിഡ് ആണ്. ഇവിടെ ബീറ്റ ആണ്. അപ്പൊ ഇതിനകത്ത് എന്ത് വരും? ആൽഫ പ്ലസ് ബീറ്റ വരും. ഇവിടെ ആൽഫ പ്ലസ് ലിക്വിഡ് വരും. കാര്യം ലിക്വിഡും ഇവിടെ എന്താണ്? സോളിഡ്. ആൽഫ എന്ന് പറയുന്നത് ഇവിടെ രണ്ട് കൈൻഡ് ഓഫ് ഡിഫറെന്റ് സോളിഡ്സ് ഉണ്ട്. നമുക്ക് നേരത്തെ നോക്കിയതിൽ ഒരു ആൽഫയും ഒരു ലിക്വിഡേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നമുക്ക് രണ്ട് ഡിഫറെന്റ് സോളിഡ്സ് ഉണ്ട്. ഒരു ആൽഫ എന്ന് പറയുന്ന ഒരു സോളിഡും ബീറ്റ എന്ന് പറയുന്ന വേറൊരു സോളിഡും ഉണ്ട്. അപ്പം ഇവിടെ ആൽഫ എന്ന് പറയുന്ന പ്യുവർ സോളിഡ് ഇരിക്കുന്നു. ഇവിടെ ലിക്വിഡ് ആണെങ്കിൽ ഈ പറയുന്ന ഇൻ ബിറ്റ്വീൻ റീജിയനിൽ എന്തൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്? ആൽഫ പ്ലസ് ലിക്വിഡ് എന്ന് പറയുന്ന ഒരു കോമ്പോണന്റ് ആണ് ഇരിക്കുന്നത്. പിന്നെ ഇനി അടുത്തത് ഇതിനകത്ത് എന്ത് വരും? ഇവിടെ ബീറ്റയാണ്. അതായത് ഈ ഔട്ട്സൈഡ് റീജിയൻ ബീറ്റ വരുന്നുണ്ടെങ്കിൽ ഇവിടെ ലിക്വിഡ് പ്ലസ് എന്തായിരിക്കും? ബീറ്റ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഒരു ലെഡ് ടിൻ ഡയഗ്രാം വരയ്ക്കുന്ന രീതി. വളരെ സിമ്പിൾ ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇത്രയും, അതായത് ഈ 3 ടെമ്പറേച്ചേഴ്സ് ഓർത്തിരിക്കുക. പിന്നെ ഈ 18%, 68%, 97% അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഏത് സിസ്റ്റം വരയ്ക്കാം? PBSN ഡയഗ്രാം വരയ്ക്കാം. പിന്നെ ഇതിനെ നമ്മൾ യുട്ടറ്റിക് സിസ്റ്റം എന്ന് പറയും. അതിന്റെ ഡീറ്റെയിൽസിലോട്ട് നമ്മൾ പോവാം. അത് ഒന്നുമില്ല, ഒരു ലിക്വിഡ് ഗീവ്സ് 2 സോളിഡ്. അതിനെയാണ് നമ്മൾ യുട്ടറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ ആൻ യുട്ടറ്റിക് സിസ്റ്റം ലിക്വിഡ് വിൽ ട്രാൻസ്ഫോം ഇൻടു 2 ഡിഫറെന്റ് സോളിഡ്സ്. അതിനെയാണ് നമ്മൾ യുട്ടറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെ ഒരു ഫേസ് ചേഞ്ച് നടക്കുന്നുണ്ട്, കണ്ടോ? അറ്റ് 183 ഡിഗ്രിയിൽ ഇവിടെ ഈ ഒരു ലിക്വിഡ് കറക്റ്റ് ആ ഒരു പോയിന്റിൽ എന്തൊക്കെയായിട്ട് ട്രാൻസ്ഫോം ആവുന്നുണ്ട്? ആൽഫ പ്ലസ് ബീറ്റ ആയിട്ട് ട്രാൻസ്ഫോം ആവുന്നുണ്ട്. ആ ഒരു റിയാക്ഷനെയാണ് നമ്മൾ എന്ത് റിയാക്ഷൻ എന്ന് പറയുന്നത്? യുട്ടറ്റിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? നമുക്കിനി ഇതിന്റെ വേരിയസ് ബൗണ്ടറീസ് നോക്കാം. അതായത് ഒരു ലെഡ് ടിൻ ഡയഗ്രത്തിൽ നമുക്ക് ബേസിക്കലി ലിക്വിഡ്, സോളിഡസ് ആൻഡ് സോൾവസ് എന്ന് പറഞ്ഞ് 3 ഡിഫറെന്റ് ബൗണ്ടറി റീജിയൻസ് ആണ് ഉണ്ടാകുന്നത്. അത് ഇതിനകത്ത് നമുക്ക് മാർക്ക് ചെയ്യാം. ലിക്വിഡസ്. ഓക്കെ, ലിക്വിഡസ് എന്ന് പറയുന്നത് എ ലെയർ
വിച്ച് സെപ്പറേറ്റ്സ് ഏതൊക്കെയാണ് നമ്മുടെ ബൗണ്ടറി, ലിക്വിഡിന്റെ റീജിയൻ, ലിക്വിഡ് സ്റ്റാർട്ട് ആവുന്ന കംപ്ലീറ്റ്ലി സ്റ്റാർട്ട് ആവുന്ന ആ ബൗണ്ടറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ലിക്വിഡസ് ബൗണ്ടറി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വിച്ച് സെപ്പറേറ്റ്സ് ലിക്വിഡ് ആൻഡ് ലിക്വിഡ് പ്ലസ് ആൽഫ ഓർ ലിക്വിഡ് ആൻഡ് ലിക്വിഡ് പ്ലസ് ബീറ്റ. ഈ ഒരു ബൗണ്ടറിയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലിക്വിഡസ് ബൗണ്ടറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈ സോളിഡസ്, ഈ ഒരു ബൗണ്ടറി ഇതിനെയാണ് നമ്മൾ സോളിഡസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതും ഇവിടെ ഇതിനെയാണ് നമ്മൾ സോളിഡസ് എന്ന് പറയുന്നത്, ഈ രണ്ട് ലെയർ. ഓക്കെ, ഇതുമാണ് നമ്മുടെ സോളിഡസ്. അപ്പോൾ സോളിഡസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഏതിനെയൊക്കെയാണ്, ആൽഫ ബൈ ആൽഫയും ആൽഫ പ്ലസ് ലിക്വിഡും, ഓർ ഏതാണ് ബീറ്റ ഓർ ബീറ്റ പ്ലസ് ലിക്വിഡ്. ഈ ഒരു ബൗണ്ടറി റീജിയനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സോളിഡസ് ബൗണ്ടറി ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് സോൾവസ്. ഓക്കെ, ഈ റീജിയൻ ഇതിനെയാണ്, ഈ രണ്ടിനെയാണ് നമ്മൾ സോൾവസ് എന്ന് പറയുന്നത്. സോൾവസ്. അപ്പൊ സോൾവസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്, ഇറ്റ് സെപ്പറേറ്റ്സ് ടു സോളിഡ്സ്, രണ്ട് സോളിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. അതായത് ആൽഫ എന്ന് പറയുന്ന ഒരു സിംഗിൾ സോളിഡും പിന്നെ ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് പോലെ, ഒരു ഡിഫറെന്റ്, ഒരു സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു പ്യുവർ അല്ലാത്ത ഒരു സോളിഡ്, രണ്ട് ഡിഫറെന്റ് സോളിഡ്സിന്റെ കോമ്പോസിഷൻ ആയിട്ടുള്ള ഒരു സോളിഡ്. അങ്ങനെ രണ്ട് ഡിഫറെന്റ് സോളിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ലൈനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സോൾവസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു PBSN ഫേസ് ഡയഗ്രത്തിന്റെ ഡിഫറെന്റ് ബൗണ്ടറീസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് 3 ബൗണ്ടറീസ് ആണുള്ളത്, ലിക്വിഡസ് ബൗണ്ടറി, സോളിഡസ് ബൗണ്ടറി ആൻഡ് സോൾവസ്. ഓക്കെ, സോ നമുക്ക് ഇതിനകത്ത് ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണ് ഒരു യുടെക്റ്റിക് റിയാക്ഷൻ. യുടെക്റ്റിക് എന്നുള്ള പേര് നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാനുണ്ടായിരുന്ന റീസൺ തന്നെ, യുടെക്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുടെക്റ്റിക് മീൻസ് ഈസിലി മെൽറ്റിംഗ്. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ കൂടുതലും ഈ PB ലെഡ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്ന സോൾഡറിങ് അലോയ് ആയിട്ടാണ്, സോൾഡറിങ് അലോയ്. അപ്പോൾ നമുക്ക് പല ഈ PCB ബോർഡ്സ്, സർക്യൂട്ട് ബോർഡൊക്കെ നമ്മൾ രണ്ട് വയേഴ്സ് തമ്മിലൊക്കെ സോൾഡർ ചെയ്ത് ഫിക്സ് ചെയ്യാൻ, ജോയിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു അലോയ് ആണ് ടിന്നും ലെഡും കൂടെ ഉള്ള സോൾഡറിങ് അലോയ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ നമുക്ക് സോൾഡറിങ് അലോയ് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി എന്തായിരിക്കണം? ഇപ്പം നമ്മൾ പ്യുവർ ലെഡും പ്യുവർ ടിന്നും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ രണ്ടിൻ്റെയും ഇത് ചെക്ക് ചെയ്ത് നോക്കുക, മെൽറ്റിംഗ് പോയിന്റ് എന്താണ്. 1 is 327, another is 3232 അല്ലേ. ഒന്ന് 232 ഒന്ന് 327 ഡിഗ്രിയിൽ ഇരിക്കുന്ന രണ്ടിനും ടെമ്പറേച്ചർ കൂടുതലാണ്. അപ്പം നമ്മൾ അത്രയും ഹൈ എമൗണ്ട് ഓഫ് ഹീറ്റ് സപ്ലൈ ചെയ്താലേ ഇത് ലിക്വിഡ് ഫോം ആകുകയുള്ളൂ. അപ്പൊ ഇത്രയും ഹൈ എമൗണ്ട് വരുമ്പോൾ നമുക്ക് ഒരുപാട് കറണ്ട് വേസ്റ്റ് ആവും. നമ്മൾ കൊടുക്കേണ്ട പവർ സപ്ലൈയിൽ നിന്ന് ഒരുപാട് എനർജി വേസ്റ്റ് ആവാണ്ടിരിക്കാൻ ഉണ്ടാക്കിയ ഒരു അലോയ് ആണ് ടിൻ ലെഡ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത നോക്കുക, ഇത് ഈ പറയുന്ന ഒരു 68% കോമ്പോസിഷനിൽ എത്ര ഡിഗ്രിയിൽ ഇത് മെൽറ്റ് ആവുന്നുണ്ട് കണ്ടോ. ലിക്വിഡ് അറ്റ് 183 ഡിഗ്രി സെൽഷ്യസ് ഫോർ ആൻ അലോയ് കോമ്പോസിഷൻ ഓഫ് എത്രയാണ്, 68% അലോയ് കോമ്പോസിഷനിൽ it will melt at എത്രയാണ് 183 degree, where this liquid transforms to 2 other solids, alpha and beta. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഒരു ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചറിൽ നമുക്ക് ഈ പറയുന്ന ഒരു ലിക്വിഡിനെ രണ്ട് ഡിഫറെന്റ് സോളിഡ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന റിയാക്ഷനെയാണ് വി കോൾ ഇറ്റ് ആസ് യുടെക്റ്റിക് റിയാക്ഷൻ. ആൻഡ് യുടെക്റ്റിക് എന്നൊരു വാക്ക് അല്ലെങ്കിൽ ഒരു പേര് അതിന് കൊടുത്തതിന്റെ റീസൺ ബിക്കോസ് യുടെക്റ്റിക് സ്റ്റാൻഡ്സ് ഫോർ എന്താണ്, ഈസിലി മെൽറ്റിംഗ്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ നേരത്തെ നോക്കിയതുപോലെ നമുക്കൊരു അലോയ് കോമ്പോസിഷൻ നോക്കാം. അതായത് ഈ ഒരു കോമ്പോസിഷനിൽ എത്തിക്കണമെങ്കിൽ ഇതിന്റെ രണ്ടിന്റെ ഈ സ്റ്റേറ്റിലെ കോമ്പോസിഷൻസ് എന്തൊക്കെയായിരിക്കണം, ആൽഫയും ബീറ്റയും ഏതൊക്കെ ഇതിലെടുക്കണം. ഇപ്പൊ നമുക്കൊരു ടൈ ലൈൻ അവിടെ വരച്ചു കഴിഞ്ഞാൽ ഫ്രം ടൈ ലൈൻ വി ക്യാൻ സീ ദാറ്റ് സി ആൽഫ is equal to 18% and സി ബീറ്റ is equal to 97%. രണ്ടും പറയുന്നത് ഏതിലാണ്, ടിന്നിന്റെ കേസിലാണ് അല്ലേ. 18% ടിൻ, അതായത് ആൽഫ
18%, ബീറ്റ 97% SNലും ഇരിക്കുന്ന സമയത്ത് at 183 ഡിഗ്രി നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ we'll get a liquid mixture of alloy mixture of 68% at 183 degree. ഈ പറയുന്ന 183 ഡിഗ്രിയിൽ ഈ രണ്ട് കോമ്പോസിഷനിൽ നമ്മൾ ആൽഫയും ബീറ്റയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 68% അലോയ് കിട്ടും. അതിന് നമ്മൾ 183 ഡിഗ്രിയിൽ അത് ഇൻസ്റ്റന്റ്ലി എന്താവും? മെൽറ്റ് ആവും. 183 ഡിഗ്രിക്ക് താഴെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് എന്തൊക്കെയാകും? It will provide two different solids, combination of two different solids, alpha plus beta എന്ന് പറയുന്ന ഒരു സിംഗിൾ മിക്സ്ചർ നമുക്ക് കിട്ടും. Okay, so this is all about എന്ത് reaction? Eutectic reaction. സോ ഇനി നമ്മൾ അടുത്തത് ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇൻവേരിയന്റ് റിയാക്ഷൻ. ഇത് ചിലപ്പോൾ മിക്കവാറും നിങ്ങളുടെ അടുത്തൊക്കെ ക്വസ്റ്റ്യനിൽ ഡിഫൈൻ ആൻഡ് ഇൻവേരിയന്റ് റിയാക്ഷൻ ചോദിക്കും. ഇല്ലെങ്കിൽ നമുക്കിനി അടുത്ത ഗിബ്സ് റൂൾ നോക്കുന്ന സമയത്ത് നമുക്കൊരു ഇൻവേരിയന്റ് റിയാക്ഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത്, എന്താണ് അതിന്റെ ക്രൈറ്റീരിയ എന്നറിയണമെങ്കിൽ ഈ ഒരു ഡയഗ്രാം വെച്ച് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു ഇൻവേരിയന്റ് റിയാക്ഷന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഒരു ഇൻവേരിയന്റ് റിയാക്ഷൻ നോക്കാം. ഇതിനകത്ത് ഇപ്പൊ നമ്മളൊരു യൂട്ടക്റ്റിക് റിയാക്ഷൻ ഇവിടെ നടക്കുന്നത് എത്ര ഡിഗ്രിയിലാണ്? 183 ഡിഗ്രിയിലാണ് നടക്കുന്നത്. ഇത് ഫിക്സ്ഡ് ആണ്. ഇവിടെ നമുക്കൊരു യൂട്ടക്റ്റിക് റിയാക്ഷൻ വേറെ ഏതെങ്കിലും ഒരു ടെമ്പറേച്ചറിൽ നടക്കാൻ ചാൻസ് ഉണ്ടോ? ഇല്ല. ഈ ഒരു സിംഗിൾ പോയിന്റിൽ 68% ഏതാണ്? അലോയ് കോമ്പോസിഷനിലും മാത്രം നടക്കുന്ന ഒരു റിയാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇൻവേരിയന്റ് റിയാക്ഷൻ. ഇവിടുത്തെ കോമ്പോസിഷൻ നമുക്കറിയാം. ആൽഫ എത്രയാണ്? 18%, ബീറ്റ എത്രയാണ്? 97%. ഈ രണ്ട് കോമ്പോസിഷൻ സി ആൽഫയും സി ബീറ്റയുടെയും പെർസെൻറ്റേജ് ഇതായിരിക്കണം. അപ്പൊ സിഒ എത്ര വരും? 68% വരും. ആൻഡ് ടെമ്പറേച്ചർ എത്രയാണ്? 183 ഡിഗ്രി സെൽഷ്യസ്. അപ്പോ ഓൾ ദീസ് ആർ ഫിക്സ്ഡ് പാരാമീറ്റേഴ്സ് അല്ലെ? ഇതെല്ലാം ഫിക്സ് ആയിട്ടിരിക്കുന്ന കണ്ടീഷനിൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു റിയാക്ഷൻ നടക്കും. അപ്പൊ യൂട്ടക്റ്റിക് റിയാക്ഷൻ ഇന്ന PBSN ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഫിക്സ്ഡ് ആണെന്ന് അറിയാം. ഏതൊക്കെ ഫിക്സ്ഡ് ആണ്? ടെമ്പറേച്ചർ ഫിക്സ്ഡ് ആണ്, CO കോമ്പോസിഷൻ ഫിക്സ്ഡ് ആണ്, സി ആൽഫ സി ബീറ്റ ഇതെല്ലാം ഫിക്സ് ആയിട്ടിരിക്കുന്ന ഒരു കണ്ടീഷൻ. ആ ഒരു റിയാക്ഷൻ ഈ ഇത്രയും കണ്ടീഷനിൽ ഇതിന് വേറെ ഒരു വേരിയബിൾസും ഇല്ല. ഇപ്പം ബീറ്റ എന്ന് പറയുന്ന സി ബീറ്റ 97 95 ആയി, സി ആൽഫ 18 17 ആയി. അങ്ങനെ ഏതെങ്കിലും ഒരു പാരാമീറ്റർ മാറി പോട്ടെ, ഒരു ടെമ്പറേച്ചർ 183 184 ആയി, ഇതൊന്നും നടക്കില്ല. അവിടെ ഒരു എന്താണ് യൂട്ടക്റ്റിക് റിയാക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ലോവസ്റ്റ് ടെമ്പറേച്ചറിൽ ഇതെന്ത് ചെയ്യില്ല. ഈ ഇതേപോലെ ഒരു റിയാക്ഷനിൽ എല് എന്തായി മാറണം? ആൽഫ പ്ലസ് ബീറ്റ ആയിട്ട് ട്രാൻസ്ഫോം ആവുന്ന ഒരു റിയാക്ഷൻ നടക്കില്ല. അപ്പൊ ഇതൊരു കൺട്രോൾഡ് ഫിനോമിനൻ ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു പാരാമീറ്റർ ബാക്കി ഇപ്പൊ നമ്മൾ കോമ്പോസിഷൻ എല്ലാം ഈ രീതിയിൽ സെറ്റ് ചെയ്യുവാണ്. CO 68% ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഹീറ്റ് കൊടുക്കുമ്പോൾ 183 ഡിഗ്രിയിൽ ഇത് മെൽറ്റ് ആവും. അപ്പം ഇതെല്ലാം റൈറ്റ് ആയിട്ട് നടക്കുന്ന ഇങ്ങനെ ഒരു വേരിയേഷൻ വരാത്ത ഒരു റിയാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇറ്റ് ഈസ് കോൾഡ് ആൻ ഇൻവേരിയന്റ് റിയാക്ഷൻ. ഓക്കെ, സോ ഇത് തിയററ്റിക്കലി മനസ്സിലാക്കി വെച്ചേക്കുക. ഇതിന്റെ മൈക്രോ കോൺസ്റ്റിറ്റ്യുവന്റും കൂടെ നമുക്ക് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലിക്വിഡ് ആയിട്ടല്ലേ ഇരിക്കുന്നത്. സോ ഈ ഒരു ഫേസിൽ ഇവിടെ കംപ്ലീറ്റ്ലി ലിക്വിഡ് ആയിട്ടിരിക്കുന്നു. അപ്പൊ ഈ ഒരു പോയിന്റ് കഴിഞ്ഞ് ഇവിടത്തെ നമ്മൾ അതിന്റെ ഒരു മൈക്രോ കോൺസ്റ്റിറ്റ്യുവന്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. ബിക്കോസ് ഇതിന്റെ മൈക്രോ കോൺസ്റ്റിറ്റ്യുവന്റ് ഇരിക്കുന്നത് ഓൾട്ടർനേറ്റ് ലെയേഴ്സ് ഓഫ് ആൽഫ ആൻഡ് ബീറ്റ ആണ്. ആൽഫയും ബീറ്റയും ഒരു ഓൾട്ടർനേറ്റ് ലെയേഴ്സ് ആയിട്ട് അതിനകത്ത് നേരത്തെ നമ്മൾ നോക്കിയ കോപ്പർ നിക്കലിൽ നമുക്ക് എന്താണ് കിട്ടിയത്? ഒരു പോളിക്രിസ്റ്റലൈൻ സോളിഡ് ആണ് നമുക്ക് കിട്ടുന്നത്. പോളിക്രിസ്റ്റലൈൻ ആയിട്ടുള്ള ഒരു ഗ്രെയിൻ അപ്പിയറൻസ് ആണ് കിട്ടിയത്. ബട്ട് ഇവിടെ നമുക്ക് രണ്ട് സോളിഡ്സ് ഉണ്ട്, ആൽഫയുണ്ട് ബീറ്റയുണ്ട്. അത് രണ്ടും എന്താണ്? ഓരോരോ ലെയേഴ്സ് ആയിട്ടായിരിക്കും ഇതിനകത്ത് ഗ്രെയിൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത്. സോ this will be a mixture of alpha plus beta mixture. ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. സോ ഇതാണ് അതിന്റെ മൈക്രോ കോൺസ്റ്റിറ്റ്യുവന്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ PBSN ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാക്കിയത്. ഓക്കെ, നമുക്ക് അടുത്ത പഠിക്കുന്നതാണ് ഹൈപ്പോ യൂട്ടക്റ്റിക് ആൻഡ് ഹൈപ്പർ യൂട്ടക്റ്റിക് അലോയ്. ഓക്കെ, എന്താണ് ഹൈപ്പോ യൂട്ടക്റ്റിക്കും ഹൈപ്പർ യൂട്ടക്റ്റിക്കും? ഹൈപ്പോ എന്ന് പറയുന്നത് കോമ്പോസിഷൻ ലെസ് ദാൻ യൂട്ടക്റ്റിക്,
അതായത് നമ്മുടെ യുടെക്റ്റിക് കോമ്പോസിഷനെ കാട്ടിയും ലെസ്സർ പെർസെൻറ്റേജിൽ വരുന്നത്, അതായത് 68% നമ്മൾ ഈ പറഞ്ഞ ഈ യുടെക്റ്റിക് പോയിന്റിനെ കാട്ടിയും ലെസ്സർ കോമ്പോസിഷനിൽ വരുന്നതിനെ ഹൈപ്പോ എന്നും, ഇതിനെക്കാട്ടിയും കൂടുതൽ ഹയർ ദാൻ കോമ്പോസിഷൻ ഹയർ ദാൻ യുടെക്റ്റിക് കോമ്പോസിഷൻ ഹയർ ദാൻ യുടെക്റ്റിക്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? we will call them as hyper eutectic alloy. ഓക്കെ, ക്ലിയർ? അപ്പോൾ 68%-നെ കാട്ടിയും കൂടുതലാണ് ഒരു അലോയ് വാല്യൂ അല്ലെങ്കിൽ പെർസെൻറ്റേജ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഹൈപ്പർ എന്നും, അതിനെക്കാട്ടിയും കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we will call it as hypo. ഓക്കെ, അപ്പോൾ ഹൈപ്പോയും ഹൈപ്പറും വരുമ്പോൾ ഉള്ള നമുക്ക് ഡിഫറൻസ് എന്തൊക്കെയാണ് ഈ സിസ്റ്റത്തിൽ നിന്നുള്ളതെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഫസ്റ്റ് we will go for a hypoeutectic system. hypoeutectic system. ഇപ്പോൾ ഈ ഫിഗറിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇനി എന്താണ് വാല്യൂ ലെസ് ദാൻ 68% വിൽ കം അണ്ടർ എ ഹൈപ്പോയൂട്ടെറ്റിക് അലോയ്. ഓക്കെ, നമുക്കിവിടെ എക്സാമ്പിളിനായിട്ട് 40% എടുക്കാം. ഓക്കെ, അപ്പോൾ 40% ഇവിടെ വരും. കുറച്ച് മുകളിലായിട്ട് നമുക്ക് 40% എടുത്തു നമ്മൾ യുടെക്റ്റിക് ലൈനിൻ്റെ കുറച്ച് അപ്പറായിട്ട് നമുക്ക് എന്തെടുക്കാം? നമ്മൾ യുടെക്റ്റിക് ഇവിടെ നടക്കുന്ന റിയാക്ഷനിൽ നമുക്ക് വളരെ എളുപ്പമായിരുന്നു. ലിക്വിഡ് ഡയറക്ട്ലി എന്തൊക്കെയായിട്ട് ട്രാൻസ്ഫോം ആയി? ആൽഫ പ്ലസ് ബീറ്റ ആയി. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുക, ഈ പോയിന്റിൽ എടുക്കുമ്പോൾ തന്നെ അവിടെ ഫേസസ് ലിക്വിഡ് ഫേസ് മാത്രമാണോ ഉള്ളത്? അല്ല, അവിടെ ലിക്വിഡും ഉണ്ട്, എന്തുകൊണ്ട്? ദർ ഈസ് ആൽഫ. കുറച്ച് സോളിഡ് നമുക്ക് മുന്നേ ഫോം ആയി. അതായത് ഇതിന് താഴെ വരുമ്പോൾ ഇവിടെ എൻറ്റയർലി ആൽഫ പ്ലസ് ബീറ്റ ആണ്, കറക്റ്റ്. പക്ഷേ ഇവിടെ നമുക്ക് ഈ പോയിന്റ് ഇരിക്കുമ്പോൾ തന്നെ അവിടെ എന്തുണ്ട്? കുറച്ച് കൂടുതൽ ആൽഫ സോളിഡ് പാർട്ടിക്കിൾസ് അതിനുണ്ട്. അങ്ങനെ നേരത്തെ ഫോം ആവുന്ന കുറച്ച് സോളിഡ് പാർട്ടിക്കിൾസിനെ നമ്മൾ ഒരു പേര് പറയും, ദാറ്റ് ഈസ് കോൾഡ് പ്രോ യുടെക്റ്റിക് ആൽഫ. അപ്പൊ പ്രോ യുടെക്റ്റിക് ആൽഫ എന്ന് പറയുന്നത് നമ്മൾ ഈ കുറച്ച് മുന്നേ തന്നെ ഇവിടെ ഫോം ആവുന്ന ഈ ആൽഫ പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ പ്രോ യുടെക്റ്റിക് ആൽഫ എന്ന് പറയുന്നത്. അപ്പൊ അത് വെച്ച് വരുമ്പോൾ ഉള്ള മൈക്രോ കോൺസ്റ്റിറ്റ്യുവൻസിന്റെ ഗ്രോത്ത് നമുക്ക് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, ഇത് നമ്മുടെ ടൈ ലൈൻ ആണ്. ഈ ടൈ ലൈൻ നമുക്ക് നോക്കുമ്പോൾ ജസ്റ്റ് നമ്മൾ ഒരുപാട് താഴ്ത്തിയല്ല വരയ്ക്കുന്നത്, ജസ്റ്റ് ഇത് ഞാൻ ഡിഫറൻസിന് വേണ്ടി വരയ്ക്കുമ്പോൾ കുറച്ച് മുകളിലോട്ട് വരച്ചു എന്നേ ഉള്ളൂ. നമ്മൾ ഈ നാച്ചുറൽ പ്രാക്ടീസ് എടുക്കുമ്പോൾ വളരെ ക്ലോസ് ബൈ ആയിട്ട് കുറച്ച് മേലിലോട്ട് അത് എടുത്തു കഴിഞ്ഞാൽ ഈ ടൈ ലൈൻ എടുക്കുമ്പോൾ ഓൾമോസ്റ്റ് പെർസെൻറ്റേജ് ഒക്കെ സെയിം തന്നെ. ഇവിടെ എത്രയാണ് വരുന്നത്? 18%-ഉം 68%-ഉം ആണ് നമുക്ക് വരുന്നത്. അപ്പൊ ഇവിടുത്തെ ഒരു പോയിന്റ് നമ്മൾ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ മൈക്രോ കോൺസ്റ്റിറ്റ്യുവന്റ് എങ്ങനെ വരും? കുറച്ച് ലിക്വിഡ് ഉണ്ട്, പിന്നെ കുറച്ച് എന്തുണ്ട്? ഈ റൗണ്ട് ആയിട്ട് ഞാൻ വരച്ചിരിക്കുന്നതാണ് എന്ത് സാധനം? നമ്മുടെ പ്രോ യുടെക്റ്റിക് ആൽഫ. പിന്നെ ഇത് കുറച്ച് ഈ പോയിന്റിലെത്തി വരയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഇവിടെ പ്രോ യുടെക്റ്റിക് ആൽഫ അവിടെ കാണും. ഈ ലിക്വിഡ് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോംസ് ടു എന്തൊക്കെയാണ്? ആൽഫ പ്ലസ് ബീറ്റ. നേരത്തെ പോലെ ഇങ്ങനെ വരും. അപ്പൊ ഈ ആൽഫ പ്ലസ് ബീറ്റയുടെ ഇടയിൽ എന്തുണ്ടാവും? പ്രോ യുടെക്റ്റിക് ആൽഫയും കാണും, നമുക്ക് ആൽഫ പ്ലസ് ബീറ്റയുടെ മിക്സ്ചറും കാണും. ഓൾറൈറ്റ്, അപ്പൊ ഇതാണ് നമുക്ക് ഈ പോയിന്റ് കിട്ടുന്ന റിസൾട്ട്. ആഫ്റ്റർ സോളിഡിഫിക്കേഷൻ നമുക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ യുടെക്റ്റിക് മിക്സ്ചറിൽ ആകെ എന്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? വി ഹാഡ് ഓൺലി ആൽഫ പ്ലസ് ബീറ്റ, ലിക്വിഡ് ട്രാൻസ്ഫോംഡ് ഇൻ ടു ആൽഫ ആൻഡ് ബീറ്റ. ബട്ട് ഹിയർ ലിക്വിഡ് നമുക്ക് ഇതിന് മുന്നേ ഉള്ള ലിക്വിഡ് പ്ലസ് ആൽഫയാണ് എന്തായിട്ട് മാറിയത്? ആൽഫ പ്ലസ് ബീറ്റ. അപ്പം ഈ വരുന്ന ആൽഫയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്രോ യുടെക്റ്റിക് ആൽഫ. ദെൻ എന്ത് കാണും? നമുക്ക് ആൽഫ പ്ലസ് ബീറ്റയുടെ മിക്സ്ചറും കാണും. ഓക്കെ, സോ ഇതിൽ എത്ര എഫ് പ്രോ യുടെക്റ്റിക് ആൽഫ ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ടൈ ലൈൻ ഉണ്ടല്ലോ, ആ ടൈ ലൈനിൽ ആൽഫ എന്ന് പറയുന്നത് എവിടെയാണ് കിടക്കുന്നത്? ഇതാണ് ഓപ്പോസിറ്റ് ആം. ഇപ്പൊ എ ബി
സി എന്ന് പറഞ്ഞ 3 പാരാമീറ്റർ ആൽഫബറ്റ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ആം എന്ന് പറയുന്ന BC ഡിവൈഡഡ് ബൈ AB ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോ യുട്ടെക്ടോയിഡ് ആൽഫയുടെ യുട്ടെക്റ്റിക് ആൽഫയുടെ വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് ഇവിടുത്തെ മിക്സ്ചർ വാല്യൂ എത്രയാണ്? 68. സോ 68 മൈനസ് 40, നമ്മൾ 40യുടെ അല്ലേ നോക്കുന്നത് ഇവിടെ അല്ലേ? 40%ഉം 68. സോ 68 മൈനസ് 40 ഡിവൈഡഡ് ബൈ എന്ത് വരും? AB എന്ന് പറയുന്ന ടോട്ടൽ സ്പേസ് 68 മൈനസ് 18. സോ വാല്യൂ വിൽ ബി 28 by 50. Comes around F pro യുട്ടെക്ടോയിഡ് ആൽഫ വിൽ ബി ഈക്വൽ ടു ഇതിന്റെ വാല്യൂ നമുക്ക് ഏകദേശം 0.56 എന്ന് കിട്ടും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ പ്രോ യുട്ടെക്ടോയിഡ് ആൽഫ കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് എഫ് ആൽഫ എത്ര വരും എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? കുറച്ച് താഴെയായിട്ട് നമുക്ക് എന്ത് വരയ്ക്കാം? ഈ ഫുൾ ഫിഗർ ഡയഗ്രാം വരയ്ക്കാം. സോ ഇവിടെ നമുക്ക് പറയാം 0.56 എന്ന് പറയുമ്പോൾ 0.56ന്റെ ബാക്കിയുള്ള 44% നമ്മുടെ എന്ത് മിക്സ്ചറാണ്? യുട്ടെറ്റിക് മിക്സ്ചർ, ലിക്വിഡ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഇനി ആ ലിക്വിഡ് ആണ് എന്തായിട്ട് മാറുന്നത്? ആൽഫ ആയിട്ട് മാറുന്നത്. സോ നമ്മൾ ഇതിന്റെ താഴെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ 40%ലാണ് വരയ്ക്കേണ്ടത്. നമുക്ക് വേണ്ടത് എഗെയിൻ ആൽഫ വേണമെങ്കിൽ ഇതാണ് നമ്മുടെ ഓപ്പോസിറ്റ് ആം. അപ്പം എന്തെടുക്കണം? പി, ഇവിടെ നമുക്ക് PQR എന്ന് എടുക്കാം. PQR. ഓക്കെ, അപ്പൊ QR ഡിവൈഡഡ് ബൈ എന്ത് വേണം? PQ. ദിസ് എൻറ്റയർ ലെങ്ത്. അപ്പൊ എൻറ്റയർ ലെങ്ത് QR എന്ന് പറയുന്നത് എന്താണ്? ഇത്രയും ഗ്യാപ്പ് 97 മൈനസ് 40 ഡിവൈഡഡ് ബൈ PQ is 97 മൈനസ് 18 അല്ലേ? സോ എഫ് ആൽഫ വിൽ ബി ഈക്വൽ ടു 0.72 ആൻഡ് എഫ് ബീറ്റ വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? ബാക്കിയുള്ള 28%. അപ്പോൾ നമുക്കിപ്പോൾ എഫ് ആൽഫ എന്ന് പറയുന്നതിൽ എന്തൊക്കെ വരും? ആൽഫ നമ്മുടെ പ്രോ യുട്ടെക്ടോയിഡ് ആൽഫ ഉണ്ടാവും, നമ്മുടെ ആക്ച്വൽ ആൽഫ ഉണ്ടാവും, യുട്ടെക്റ്റിക് ആയിട്ട് ഉണ്ടാവുന്ന ആൽഫ ഉണ്ടാവും. അപ്പൊ ഇതിൽ നമുക്ക് എഫ് യുട്ടെക്റ്റിക് ആൽഫ മാത്രമായിട്ട് നമുക്ക് വേണമെങ്കിൽ എഫ് യുട്ടെക്റ്റിക് ആൽഫ വിൽ ബി ഈക്വൽ ടു 72 മൈനസ് എന്താണ്? 56 വിച്ച് ഈസ് ഈക്വൽ ടു 40. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഇതിനകത്ത് ഹൈപ്പോ യുട്ടെറ്റിക് ആൽഫയുടെ ഹൈപ്പോ യുട്ടെറ്റിക് സിസ്റ്റത്തിൽ നമുക്കിപ്പോൾ എന്ത് ചോദിക്കാം? ഇത്ര പെർസെൻറ്റേജ് മിക്സ്ചറിലുള്ള ഈ പ്രോ യുട്ടെക്ടോയിഡ് ആൽഫയും അല്ലാണ്ടുള്ള നമ്മുടെ ആക്ച്വൽ യുട്ടെറ്റിക് ആൽഫയുടെ വാല്യൂസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാൽക്കുലേഷനിലാണ് നമ്മൾ യൂസിങ് ടൈ ലൈൻ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഇത് വരച്ചത് ഏതായിരുന്നു? ഹൈപ്പോ യുട്ടെറ്റിക് അലോയുടെ ആണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് രണ്ട് ഡയഗ്രാം മനസ്സിലായി. ഇതൊക്കെയാണ് കോപ്പർ നിക്കൽ ഫേസ് ഡയഗ്രാം മനസ്സിലായിട്ടുണ്ട്, നമുക്ക് PBSN ഡയഗ്രാം മനസ്സിലായി. അതിനകത്ത് എന്താണ് യുട്ടെറ്റിക് റിയാക്ഷൻ എന്ന് മനസ്സിലായി, ഒരു ഇൻവേരിയൻ റിയാക്ഷൻ മനസ്സിലായി, ഇൻവേരിയൻ റിയാക്ഷന്റെ ക്രൈറ്റീരിയ മനസ്സിലായി. അതായത് യുട്ടെറ്റിക് റിയാക്ഷൻ നടക്കണമെങ്കിൽ അവിടെ ബാക്കി എല്ലാ പാരാമീറ്ററും എന്തായിരിക്കണം? ഫിക്സ്ഡ് ആയിരിക്കണം എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലായി. അപ്പൊ ഇത്രയും പാരാമീറ്റർ എല്ലാം ഫിക്സ്ഡ് ആണെങ്കിൽ നമുക്ക്, അതായത് അവിടെ ഒരു ഫ്രീഡം ഇല്ല. ഏതെങ്കിലും ഒരു വാല്യൂ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റിയാക്ഷൻ കിട്ടുമോ? ഇല്ല. അപ്പൊ ഇങ്ങനെ ഉള്ള ഒരു ഫ്രീഡം ഇല്ലാത്ത ഇരിക്കുന്ന കുറെ റിയാക്ഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള നമുക്കൊന്നും ഓൾട്ടർ ചെയ്യാൻ പറ്റാത്ത റിയാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻവേരിയന്റ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമ്മൾ ഇതിന്റെ ഒരു കണ്ടക്സ്റ്റിൽ അറിയേണ്ട ഒരു ഇമ്പോർട്ടന്റ് കണ്ടീഷനാണ് നമ്മുടെ ഗിബ്സ് ഫേസ് റൂൾ എന്ന് പറയുന്നത്.